എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഒരു അത്ഭുതകരമായ അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വെച്ചു. ഒരു മാസം മുന്നേ ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അവരുടെ മകൾ വിദേശത്താണ്, അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, മാനസികമായ കുറച്ച് വിഷമത്തിലാണ്. അപ്പോൾ അവിടെ ആരുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ കോൾ ചെയ്യണമില്ല, സംസാരിക്കണമില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തൊരവസ്ഥ. ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ സാമ്പത്തികമായിട്ടുള്ള എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ മക്കളൊക്കെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് അവരെ അടുത്തേക്ക് പോകാം. അവിടെയൊക്കെ അങ്ങനെ ഓടിച്ചെന്ന് കയറാൻ പറ്റിയ സ്ഥലമൊന്നുമില്ല. വിദേശ രാജ്യങ്ങളോട്ട് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. പിന്നെ പഴയ ആൾക്കാരൊക്കെ പോയാലും അവിടെ ഭാഷ കാര്യങ്ങൾ എല്ലാം പ്രശ്നമാണ്. പക്ഷേ നമ്മുടെ ഒരുപാട് കുട്ടികൾ നമ്മുടെ കുട്ടികളൊക്കെ പുറത്തുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവരവിടെ എങ്ങനെ ജീവിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അവിടെ പോയി അന്വേഷിക്കാൻ പറ്റില്ല, അല്ലേ? ഓരോരുത്തർ നോക്കി കഴിഞ്ഞാൽ അവരവരുടെ ലൈഫ് ജീവിക്കട്ടെ എന്നാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ സോളിനും അതിൻ്റേതായിട്ടുള്ള സോൾ പ്ലാൻ ഉണ്ട്. അവരുടെ സോൾ പ്ലാനിനനുസരിച്ച് അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നിരുന്നാലും നമുക്കതങ്ങനെ കേൾക്കുമ്പോൾ, പെട്ടെന്ന് ഇങ്ങനെ കോൾ ചെയ്തിട്ട് ഞാനിങ്ങനെ വിഷമത്തിലാണെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ആ കുട്ടി പറയുമ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ നോക്കി നമുക്ക് നിസ്സഹായമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഒരാളുണ്ടായിക്കൊള്ളുന്നില്ല, അല്ലേ? അപ്പോൾ ഇവരിങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ വല്ലോ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടം വല്ലതും ഉണ്ടാകുമെന്ന് വെച്ചു. അവരിൽ പടമൊന്നുമില്ല. പഴയൊരു ഫോട്ടോ, അതായത് 5-6 കൊല്ലം മുന്നത്തൊരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് താന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അത് വാസ്തവം പറഞ്ഞാൽ ഒരു പൈസ മേടിച്ച് ചെയ്യേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല ഞാനത് എന്നെ കണ്ടത്. ആ ഒരു അവസ്ഥ നമ്മൾ ആരെങ്കിലും എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉള്ളിൽ വന്നു കയറി. പെൺകുട്ടിയായതിൻ്റെ പേരിലാണ് കൂടുതലും അങ്ങനെ തോന്നാൻ കാരണം. അപ്പോൾ പെൺകുട്ടികൾ പൊതുവെ പെട്ടെന്ന് പാനിക്കാവുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എനിക്ക്. ആൺകുട്ടികളാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടിയും ധൈര്യമൊക്കെ ഉണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഹീലിംഗ് ചെയ്തു. അപ്പോൾ ദൈവനെ പ്രാർത്ഥിച്ചു. ദൈവനോട് ഞാൻ പ്രാർത്ഥനയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന കാര്യങ്ങളാണ്, ആ കുട്ടിയെ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് അന്വേഷിക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പറ്റുമെങ്കിൽ അതിനെ നാട്ടിലോട്ട് അച്ഛനമ്മയുടെ അടുത്തേക്ക് വരുത്തണം എന്നുള്ള പ്രാർത്ഥന വേണ്ടി കുറച്ച് ഞാൻ ഹീൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഹീലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ, ഫോട്ടോ വെച്ച് നമുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ, നേരിട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് മെൻ്റൽ ബോഡി കറക്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ചക്ര കറക്റ്റ് ചെയ്യാൻ പറ്റും. എനിക്കത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് കുറച്ച് സമയം മതി, 10-20 മിനിറ്റ് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും. കാരണം ദേവിയാണ്, ഞാനല്ല. ഞാൻ അതിൻ്റെ അകത്ത് ഒരു ടൂളായിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദേവിക്ക് അത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കത് അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇപ്പോൾ ചെയ്ത് നമുക്കത് വളരെ സിമ്പിളാണത്, ഈ കാര്യങ്ങൾ ചെയ്യാൻ. ചെയ്ത് കൊടുത്ത് അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ കൊച്ച് നാട്ടിലേക്ക് എത്തി. അത് നാട്ടിലേക്ക് എത്തിയപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അനുഭവിച്ച കുറേ ട്രോമകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ഹീലിംഗ് കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനൊരു അത്ഭുതകരമായ അനുഭവം. അപ്പം അത് നമ്മുടെ ദേവിയുടെ ഒരു പ്രവർത്തനം എത്രത്തോളം വലുതാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവിനെ നമ്മൾ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ, ദേവി ചെയ്യുന്നത് അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. നമ്മളൊരു സോൾ ഹീലിംഗ് അല്ലെങ്കിൽ ബാധനപ്പെടുത്തൽ മാത്രമല്ല, ഡിഫറൻ്റായിട്ടുള്ള പല പരിപാടികളും നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് കൂടി ബോധ്യമാക്കി തന്നു ദേവി. ദേവി എന്തിനും കൂടെയുണ്ട്. ന്യായമായ ആൾക്കാരാണോ, ന്യായമായ ആവശ്യങ്ങളാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റ് സംഭവങ്ങളാണോ, സത്യമാണോ പറയുന്നത്, അതാണ് ആദ്യം പരിശോധിക്കുക. ദേവി കറക്റ്റ് സംഭവമാണെന്നുണ്ടെങ്കിൽ ദേവി സഹായിക്കും. അല്ലെങ്കിൽ ദേവി നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ നമുക്ക് തരും. വേറെ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു പെൺകുട്ടി, അപ്പോൾ ആ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു അനുഭവം പറയാം. ഞാനുമായിട്ട് എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ഒരു കുറേ കാലം മുന്നേ വന്നിട്ട് റെക്കിയൊക്കെ പഠിച്ചിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത് വീണ്ടും റീകണക്റ്റ് ആയി. ഇപ്പോൾ മഹാകാളിയിൽ തുടങ്ങിയപ്പോൾ ഇടയ്ക്ക് ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ സമയത്ത്. അപ്പോൾ ആ കുട്ടി ഇതുപോലെ തന്നെ ജോലിക്ക് പോയി വന്ന സമയത്ത് ഒരു 10-60 വയസ്സ് പ്രായമുള്ള ഒരാൾ വർത്തമാനം പറയാൻ പറ്റും. ഇടയ്ക്ക് വണ്ടി നിർത്തി സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങുന്ന സമയത്ത്
സ്കൂട്ടറാണ്, ടൂ വീലറാണ്. അപ്പോൾ എന്തെങ്കിലും തമാശകളൊക്കെ പറയും, ചിരിച്ച് വലിയ സന്തോഷത്തിലൊക്കെ സംസാരിച്ചപ്പോൾ ഈ കുട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ പ്രായമുള്ള ആളല്ലേ, അപ്പോൾ അച്ഛൻ്റെ പോലത്തെ സ്നേഹമാണെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ നിർബന്ധമായിട്ട് ഈ കുട്ടിയോട് നമ്പർ ചോദിച്ചു. അപ്പോൾ കുട്ടി എന്തിൻ്റെ നമ്പറിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചു. അല്ല, നമ്പർ വേറെ ഒന്നുമല്ല, എനിക്ക് വേറെ ഒരു പണം തന്നെയൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി നിർബന്ധമായിട്ട് നമ്പർ ഒന്നില്ലെങ്കിൽ വിടൂല എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് പേടിയായി. അപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരുക്കം ലുക്കാണ്. അപ്പോൾ ഈ കുട്ടി നമ്പർ കൊടുത്ത് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് വിളിക്കരുത്, ഫോണിലേക്ക് വിളിക്കരുത്, വീട്ടിലേക്ക് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ കുട്ടി പറയുകയും ചെയ്തു. ഇല്ല, വിളിക്കില്ല എന്ന് പറഞ്ഞു. രാത്രി ഒരു 12 മണിയായപ്പോൾ വീഡിയോ കോൾ ചെയ്തേക്കണം ഇയാൾ. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് അയാളെ ബ്ലോക്ക് ചെയ്തു. ഇല്ല, നമുക്ക് അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞ് അന്ന് രാത്രിയായപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡേ ആണെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഞാനിനി എന്ത് ചെയ്യും, എനിക്ക് ആ വഴിക്ക്. അപ്പോൾ ആ പിറ്റേ ദിവസം കൊണ്ടും ആ കുട്ടി വേറെ ഏതൊരു വഴിക്കാണ് പോയത്. ഇയാളെ പേടിച്ചിട്ട്, ഇയാളെങ്ങനെ വഴിയിൽ നിന്നിട്ട് കൈ കാണിക്കുമോ, എന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള ഭയങ്കര ഭയം. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ട് പോകുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എൻ്റെ ശരീരത്തിലൊരു ഒരു വൈബ്രേഷൻ ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ ബോഡിയിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന പോലെ ഫീലിംഗ് എനിക്ക് വന്നു. കാരണം ഒരു കുട്ടി ജെന്യൂനായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ്. അപ്പോൾ ദേവി അപ്പം എന്നോട് പറഞ്ഞു, ആ കുട്ടിനോട് ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറയൂ, ഒന്നും സംഭവിക്കില്ല കേട്ടാന്ന് പറഞ്ഞു. അയാൾ ഇനി ആ ഭാഗത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിങ്ങനെ മെസ്സേജായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിനോട് ധൈര്യമായിട്ട് പോയിക്കോ, പേടിക്കണ്ട, ദേവിയുടെ മെസ്സേജ് ഇതേ പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ വഴിക്ക് തന്നെ പോയിക്കോളൂ, ഒരാളും നിന്നൊന്നും ചെയ്യൂല. അപ്പോൾ എന്നോട് വെച്ച് വാക്കാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, വാക്കാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ആരും വിളിക്കണ്ട, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. അത്രയും ധൈര്യത്തിലാണ് ഞാൻ പറയണത്. അങ്ങനെ പിറ്റേ ദിവസം ആ വഴിക്ക് തന്നെ പോയി. ഈ പഹയന ആ വഴിക്ക് പിന്നെ ഇതേവരെ അയാളെ കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇന്നും അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അത് എങ്ങനെ സംഭവിച്ചു, അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാൾ എങ്ങോട്ട് പോയി, ഉത്തരവില്ല. പക്ഷേ അതിനുള്ള മരുന്ന് ദേവി കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ, ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മരുന്ന് എന്തോ ദേവി കൊടുത്തു, അത്രയേ ഉള്ളൂ. കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് ചോദിക്കും, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ എനിക്ക് മെസ്സേജൊക്കെ അയക്കുമ്പോൾ ഞാൻ ചോദിക്കും, അയാളുടെ ശല്യം ഉണ്ടാകുന്ന ഞാൻ ചോദിക്കും. അപ്പോൾ ഇല്ല, അയാളെ ഞാൻ പിന്നെ അതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ദേവിയുടെ പ്രവർത്തനം. ദേവിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദേവി എങ്ങനെയൊക്കെയാണ് ഹീലിംഗ് ചെയ്യണത്, ആളുകളെ സഹായിക്കുന്നത് എന്നുള്ളത് എനിക്ക് തന്നെ ഇപ്പോൾ അത്ഭുതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഹാകാളി ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി സോൾ റിലീസ്, പ്രേയർ റിലീസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതേപോലുള്ള പല അത്ഭുതങ്ങളിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഞങ്ങളാണ് പോകുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, ദേവി എന്താണ് കാട്ടിക്കൂട്ടാൻ പോകണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഈ വിവരങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നന്മ ഉണ്ടാവട്ടെ.